ഹായ് ഗൈഡ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ഫുഡ്, വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KFC ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഞാനത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാം. ഓക്കെ, എന്നെ വിളിക്കുന്നു. ഹായ് ഗൈഡ്സ്, നമ്മൾ KFCക്ക് വേണ്ട ഐറ്റങ്ങൾ പരിചയപ്പെടുത്താം. ആദ്യമായി വേണ്ടത് സ്കിന്നി ചിക്കനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ കഴിഞ്ഞാൽ മുട്ട, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ സാൾട്ട്, ഉപ്പ്, ഇത് ഗീ. എന്ന് വെച്ചാൽ നമ്മൾ ഗീ വരുന്നത് RKGയുടെ നെയ്യാണ് വരുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അജിനോമോട്ടോ നമ്മളിതിനകത്ത് ചെയ്യുന്നില്ല. അജിനോമോട്ടോ കെമിക്കൽ ആയത് കാരണം നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ KFC ചെയ്ത് കാണിക്കുന്നത്. നമ്മളിതിനകത്ത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഓട്സ് ഉപയോഗിക്കുന്നു. ഓട്സ് ഒരിക്കലും KFCയിൽ ഉപയോഗിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രൈഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫ്ലവർ തന്നെയാണ് ഈ ശരിക്കും ആ ക്രിപ്സി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്സ് ഉപയോഗിക്കത്തില്ല. നമ്മൾ നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പാത്രം വെച്ചു. ഇതിലേക്ക് ആദ്യം നമുക്ക് ഉപ്പ് തന്നെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് തന്നെ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചേർക്കുന്ന കോൺഫ്ലവറും നമ്മൾ മുട്ട, കോഴിമുട്ട എടുക്കാനുള്ള താറാമുട്ട അങ്ങനെ എടുത്തില്ല. കോഴിമുട്ട ഇല്ല നമുക്ക്. മുളക് പൊടിയാണ്. ഇനി എല്ലാം യോജിപ്പിക്കാം നമുക്ക്. ഇതാദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് യോജിപ്പിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടെ വീട്ടിൽ ഒരുമിച്ചാണ്. മുട്ട ആരാ എടുത്തോണ്ട് വന്നേ? കോഴിമുട്ട എടുക്കണ്ട കേട്ടോ, ഞാൻ താറാമുട്ട എടുത്തോണ്ട് വന്നേ. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് മസാല റെഡിയായി വരുന്നുണ്ട്. ഈ പൊടി നമ്മൾ കുറച്ച് അധികം തന്നെ വെച്ചേക്കണം. കാര്യം നമ്മൾ അധികം മുക്കിയായിരിക്കും നമ്മൾ പൊരിക്കുന്നത്. നെയ്യിലേക്ക് ആവശ്യത്തിനിടാം. ഞാനിവിടെ ഇച്ചിരി അധികം നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലേ ഇത് മുങ്ങി പൊരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആവശ്യത്തിനുള്ള നെയ്യ് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇച്ചിരി നെയ്യ് കൂടുതലെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോ പീസ് എടുക്കുമ്പം നമ്മൾ ഓരോ പീസ് നമ്മളിതിലേക്ക് വീണ്ടും ഒന്നുകൂടെ ഇടണം, മുക്കണം. മുക്കി വൃത്തിയായതിനു ശേഷം ചൂടായി വരട്ടെ. ചൂടായി വരുന്നേ ഉള്ളൂ. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ചെറിയ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു പീസ് ഇട്ടതിൻ്റെ തന്നെയാണ്. എണ്ണ ചൂടായി, നെയ്യ് ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങനെയാണ്. നമുക്ക് തീ വളരെ കുറച്ച് തന്നെ വെച്ചാൽ മതി. കാര്യം നമ്മൾ ഈ പച്ച ചിക്കനാണ്, അത് കാരണം ഇത്
ഈ ഈ തീയിൽ ഇപ്പം വെന്ത് വരണം, എങ്കിൽ മാത്രമേ ഉള്ളു വേവത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഉള്ളു വേവാൻ വേണ്ടിയിട്ട് തീ കുറച്ച് തന്നെ വെക്കുക. തീ ചെറിയ തീയിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആണോ? ഒന്ന് ഫോക്കസ് ചെയ്യാമോ? റയാൻ എന്തുവാ വേണ്ടേ? റയാന് ചിക്കൻ കാല് വേണമെന്നാണ് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റയാൻ ചിക്കൻ കാല് എന്നെ എടുക്കാം. റയാൻ്റെ കാലാണിത്. റയാൻ ആദ്യം പിന്നെ പറഞ്ഞിരിക്കുന്ന കാലാണിത്. ഓക്കെ, ഇത് റയാനും എല്ലാം നമുക്ക് കൊടുക്കാം. റയാൻ ഈ ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് പറയുക. ഗ്യാസ് ഇട്ട് ഇങ്ങോട്ട് പറയുക. ഗ്യാസ് ഇട്ട് മറിഞ്ഞു. നമുക്കിപ്പോൾ വലിയ പാത്രമായതുകൊണ്ട് ബാക്കിയുള്ള കൂടെ ഒരുമിച്ച് നമുക്ക് അതിനകത്ത് തന്നെ ഇടാം. ഏകദേശം ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ നെയ്യിൽ പൊരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി തന്നെ നമ്മൾ ഈ നെയ്യിൽ പൊരിക്കുന്നത്. കാര്യം നമ്മൾ സാധാ ഏത് ഓയിൽ ഒഴിച്ചാലും നമുക്ക് ഈ മണം കിട്ടത്തില്ല. അവിടാണ് നമ്മുടെ പ്രത്യേകത വരുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മണം, ഒറിജിനൽ KFCയുടെ മണം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യിൽ തന്നെ പൊരിക്കണം. എങ്കിലേ നമുക്ക് ആ KFCയുടെ ആ മണം, യഥാർത്ഥ മണം നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ശരിക്കും ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഈ മെറ്റീരിയൽ ശരിക്കും അമേരിക്കൻ മിക്സ്ഡാണ് ഇത് വരുന്നത്. ഞാൻ ദുബൈയിലുള്ള സമയത്ത് ശരിക്കും ഇത് നമ്മളിതിൻ്റെ മസാല കൂട്ട് പഠിക്കുമായിരുന്നു ശരിക്കും. അതിനുശേഷമാണ് നമ്മളിത് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചത്. ഇത് ഞാൻ ഈ ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ ആ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ നെയ്യിൽ തന്നെ ഇത് പൊരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സംഭവം വരുന്നതെന്ന് പറഞ്ഞാൽ അജിനാമോട്ടോ എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. കാര്യം അത് ഒരുപാട് നമ്മളെ ശാരീരിക ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം നമ്മളതിനെ അവോയ്ഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ല ഒരു മണം വരുന്നു തുടങ്ങി. നമുക്ക് ബാക്കിയും കൂടെ ഫുള്ളങ്ങ് ഇടുവാണ്. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. മണമൊക്കെ വന്നു തുടങ്ങി. നിങ്ങളെന്തായാലും ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് തന്നെ നോക്കണം. കാര്യം അതിൻ്റെ യഥാർത്ഥ മണം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതുണ്ടല്ലോ, ഏതാണ് ഓട്സ് കാര്യങ്ങളൊന്നും നമ്മളിതിനകത്ത് ചേർക്കത്തില്ല. അതൊന്നും കറക്റ്റ് അല്ല. നമ്മൾ KFC വിചാരിച്ചതിലും വളരെ അടിപൊളിയായിട്ട് മണം വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ KFCയുടെ ഇത് ഏകദേശം നല്ല മുരിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കിത് വാങ്ങാം. അടുത്ത് നിന്ന് തന്നെ വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല. ഇവിടെ മൊത്തം KFCയുടെ മണം വന്നിരിക്കുകയാണ്. കാര്യം നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ KFCയുടെ ആ ഒരു ഇത് വരുത്തുള്ളൂ. ഞാനിപ്പം എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ എണ്ണയൊക്കെ വളരെ കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാര്യം ഇതിനകത്ത് വേറെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റവും നമ്മൾ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ അജിനാമോട്ടയോ അങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ വേറെയും ഞങ്ങളുടെ വീഡിയോകൾ വരും. അത് നിങ്ങൾക്ക് നേരത്തെ നിങ്ങളടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും അമർത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മളെ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങളിത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എന്നെ വിളിച്ച്, ഞാൻ എന്നെ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. നിങ്ങൾ എന്നെ വിളിച്ച് തീർച്ചയായും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തോളൂ. ഇതിൻ്റെ കറക്റ്റ് പരുവത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഉമ്മമാരെല്ലാം അവിടെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാര്യം നമ്മളെ KFC ഏത് ലെവലിലാണെന്നുള്ള
കാര്യം അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ തീ വളരെ ഒരു ഡിമ്മിൽ ഇട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കാര്യം കുറച്ച് സമയം നമ്മൾ വേണം, കാര്യം ഉള്ളു വേവണം. കാര്യം നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഇത് പച്ച ചിക്കനിലാണ് നമ്മൾ പൊരിക്കുന്നത്. അപ്പം ഉള്ളു വെന്തെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് സക്സസ് ആവത്തുള്ളൂ. കാര്യം ഇതിൻ്റെ ഉള്ളിൽ വലിയ പീസായതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളു വേവണം. വലിയ പീസായതുകൊണ്ട് ഉള്ളു വേണമെന്ന് തീ വളരെ കുറച്ചിട്ട് ഉപയോഗിച്ച് വേണം നമ്മൾ എടുക്കാൻ. പിന്നെ വേറൊരു കാര്യം പറയാൻ, നമ്മൾ അടുത്ത നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഒരു ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സാധാരണ രീതിയിൽ ഫാൻ നമുക്ക് വരുന്നുണ്ട്. ഈ ഫാൻ 70 വാട്ട്സ് കറണ്ടാണ് നമ്മൾ എടുക്കുന്നത്, ഒരു ഫാൻ കറണ്ട് എടുക്കുന്നത്. നമുക്ക് പുതിയ BLDC ഫാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് വെറും 26 വാട്ട്സ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 26 വാട്ട്സേ നമുക്ക് കറണ്ട് എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ട്യൂബ് ലൈറ്റ് കത്തുന്ന വാട്ട്സിൽ നമുക്ക് ഫാൻ കറങ്ങും. നമ്മളെ കറണ്ട് ചാർജ് ഏകദേശം നമുക്ക് LED ലൈറ്റ്സും ഇതേപോലെ തന്നെ BLDC ഫാൻ ഉപയോഗിച്ച് നമ്മളെ വീട്ടിലെ കറണ്ട് ചാർജ് നമുക്ക് പകുതി വരെ നമുക്ക് അതിനകത്ത് ലാഭിച്ച് എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും ഈ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം നമ്മുടെ ബ്രൗൺ കളറായി വന്നിരിക്കുകയാണ് ചിക്കൻ. ഏകദേശം ബ്രൗൺ കളറായി നല്ല ഒരു മണം വരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ. ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ പുറത്ത് KFCയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കുന്ന 100% ഞാൻ പറയാം, 100% ഞാൻ പറയാണ്. KFC നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതും നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. KFC റെഡിയായിരിക്കുകയാണ്. നമുക്കിത് സ്റ്റീൽ നിന്ന് വാങ്ങാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആളാണ്, മെഹറിൻ ഫാത്തിമ. അയാൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ മൂത്ത ആളാണ് മുഹമ്മദ് റയാൻ. അയാൾ LKGയിൽ ഓൺലൈൻ ക്ലാസ്സിലാണ് അയാൾ പഠിക്കുന്നത്. നമുക്കിത് വാങ്ങാൻ സമയം കാണിച്ചോ. ഏകദേശം നല്ല മണം വന്നു കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. റയാൻ ഇന്ന് എത്ര പീസ് കഴിക്കും? റയാൻ ഇത് മൊത്തം കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം റയാൻ എത്ര പീസ് കഴിക്കുമെന്ന് നോക്കാം. ഇന്ന് പാത്തു എത്ര പീസ് കഴിക്കും? മുജ്ജു എത്ര പീസ് കഴിക്കും? മുജ്ജിന് ഇച്ചിരി വായി വെച്ചിട്ടെ, എങ്ങനെ ഉണ്ടോ? ചൂടുണ്ട്, കടിച്ചോ. ചൂടാണ്, കൊള്ളോ? ഇനി മുജ്ജുവിന് ചൂടായി. ചൂടാണ്. ചിക്കൻ അവൻ കഴിച്ചോളാന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം അമർത്തണം. ഓക്കെ, താങ്ക് യു. ബൈ ഗൈഡ്സ്.